കൊച്ചിയുടെ റാണിയാകുവാൻ കേക്കച്ചൻ്റെ റാണി. കേരള ജനത നെഞ്ചിലേറ്റിയ ജനപ്രിയ നേതാവ് ഉമ്മൻചാണ്ടിയെയും ഉമ്മൻചാണ്ടി തുടർഭരണത്തെയും അട്ടിമറിച്ച നെട്ടൂർ ഒതുക്കേശൻ MLA ആയ ശേഷമുള്ള തൻ്റെ ഔപചാരിക ഒതുക്കലിൻ്റെ തുടക്കം ആരംഭിക്കുന്നത് പറവൂർ നഗരസഭാ ചെയർപേഴ്സണും KPCC ഉപാധ്യക്ഷയുമായിരുന്ന വത്സല പ്രസന്നകുമാറിനെ വെട്ടിയത് മുതലാണ്. പിന്നെ അങ്ങോട്ട് കോൺഗ്രസിലെ എത്രയെത്ര മുതിർന്ന നേതാക്കളെ, വനിതാ യുവ നേതാക്കളെ, മുൻ കേന്ദ്രമന്ത്രിമാരെ, MP-മാരെ, MLA-മാരെ, KPCC അധ്യക്ഷന്മാരെ വെട്ടിനിരത്തിയാണ് പറവൂരിലെ ആ പഴയ മണിച്ചെയിൻ തട്ടിപ്പുകാരൻ ഇന്ന് കാണുന്ന ഈ നിലയിൽ എത്തിയത്. ഒതുക്കീശൻ ഒതുക്കിയവരെക്കുറിച്ചുള്ള വളരെ വിശദമായ ലിസ്റ്റ് പറയുവാൻ പോയാൽ കൂടുതൽ സമയം എടുക്കും എന്നുള്ളതുകൊണ്ട് അത് മറ്റൊരു എപ്പിസോഡിൽ ഞാൻ പറയാം. ഞാൻ കഴിഞ്ഞൊരു എപ്പിസോഡിൽ പറഞ്ഞിരുന്നു, ഇന്ന് കോൺഗ്രസിൻ്റെ കടിഞ്ഞാൺ ഗാന്ധി കുടുംബത്തിൻ്റെ കയ്യിൽ നിന്നും പോയി കർണാടക ലോബിയുടെ കയ്യിലാണ്. മല്ലികാർജുന ഖാർഗെ, മരുമകൻ രാധാകൃഷ്ണ ദൊഡ്ഡാമണി, മകൻ പ്രിയങ്ക് ഖാർഗെ, സാം പിട്രോഡ ഒക്കെയാണ് കേക്കച്ചൻ്റെ ഇന്നത്തെ പിൻബലം. അവരുടെ സഹായത്താൽ ഇന്ന് കേക്കച്ചൻ സംസ്ഥാന രാഷ്ട്രീയത്തിൽ കൂടുതൽ ശക്തനായി മാറിയിരിക്കുകയാണ്. സംസ്ഥാന കോൺഗ്രസിൽ ഇന്ന് ഗ്രൂപ്പുകളല്ല, 2 പവർ ഗ്രൂപ്പുകളായി ചേരിതിരിഞ്ഞിരിക്കുകയാണ്. ഒന്ന് കേക്കച്ചൻ പക്ഷവും 2 പണി കിട്ടിയ മറ്റ് സമാന മനസ്കരും KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും അടക്കം ഈ ഗ്രൂപ്പിൽപ്പെടും. കോൺഗ്രസിൽ പല തുരുത്തുകളായി ഗ്രൂപ്പ് കളിച്ചു നിന്ന പലരും ഇന്ന് പണി കിട്ടുമെന്ന് പേടിച്ച് ഈ 2 പവർ ഗ്രൂപ്പുകളിൽ അഭയം പ്രാപിച്ചിട്ടുണ്ട്. എങ്കിലും അവർക്ക് കേക്കച്ചൻ്റെ അത്രയും കുടിലതയും കുഴിത്തുരുമ്പും ഇല്ല. അതുകൊണ്ട് തന്നെ വീണ് കിട്ടുന്ന അവസരങ്ങളെല്ലാം കേക്കച്ചൻ ചാടിപ്പിടിക്കുകയാണ്. തദ്ദേശ തിരഞ്ഞെടുപ്പിൻ്റെ വിജയം കേക്കച്ചൻ സ്വയം ഏറ്റെടുത്തു കഴിഞ്ഞു. കൊച്ചിയിൽ വിപുലമായി ആഘോഷിച്ചപ്പോൾ മറ്റുള്ളവർ ചേർന്ന് ഡൽഹിയിൽ ആഘോഷിക്കുന്നത് നമ്മൾ കണ്ടതാണ്. തനിക്ക് പാരയാകുവാൻ സാധ്യതയുള്ള സകലരെയും പൊളിച്ചടുക്കി കോൺഗ്രസിന് ഏറ്റവും വളക്കൂറുള്ള കൊച്ചി തൻ്റെ കൈക്കുമ്പിളിലാക്കുവാൻ കേക്കച്ചൻ ശ്രമിക്കുവാൻ കാരണം പലതാണ്. കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഫണ്ട് മൊബിലൈസ് ചെയ്യുവാൻ സാധ്യതയുള്ള ഒരു ഹബ്ബാണ് കൊച്ചി. റിയൽ എസ്റ്റേറ്റ് മാഫിയകൾ, മയക്കുമരുന്ന് മാഫിയകൾ, സ്മഗ്ലിംഗ് മാഫിയകൾ എന്നിവരുടെ കയ്യിൽ നിന്നും വരുന്ന കോടികളുടെ ഫണ്ട് കൂടാതെ കേന്ദ്ര ഫണ്ട് ഉൾപ്പെടെ ആയിരക്കണക്കിന് കോടികൾ വന്നു മറിയുന്ന കൊച്ചി നഗരസഭാ ഭരണം കയ്യിലാക്കുന്നത് ചില്ലറ കാര്യമല്ല. അതിന് പറ്റിയ കളിപ്പാവുകൾ കൂടെ വേണം. കേക്കച്ചനെ ഞങ്ങൾ ഒതുക്കീശൻ എന്ന് വിളിക്കുവാനുള്ള ചെറിയൊരു ഉദാഹരണം പറയാം. എറണാകുളത്തും സമീപ പ്രദേശങ്ങളിലും മാത്രം ഇവൻ വെട്ടിയൊതുക്കിയ ചില നേതാക്കളുടെ പേര് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് പിടികിട്ടും ഈ കേക്കച്ചൻ ആരാണ് മോൻ എന്ന്. പറവൂർ നഗരസഭാ ചെയർപേഴ്സണും KPCC ഉപാധ്യക്ഷയുമായിരുന്ന വത്സല പ്രസന്നകുമാറിനെ കേക്കച്ചൻ MLA ആയ ശേഷം ആദ്യം വെട്ടി. എറണാകുളം DCC ഓഫീസ് പണിത മുൻ MLA VJ പൗലോസിനെ ഒതുക്കി ഇപ്പോൾ സകല പദവികളും എടുത്തു കളഞ്ഞ് ഒന്നുമല്ലാതാക്കി. വടക്കേക്കര MLA ആയിരുന്ന ചന്ദ്രശേഖരനെ വെട്ടിനിരത്തി. കരുണാകരൻ്റെ വലങ്കയും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന നെട്ടൂർ സ്വദേശി മുഹമ്മദ് കുട്ടിമാഷിനെ ഒതുക്കി ഇല്ലാതാക്കി. മുൻ MP KP ധനപാലനെ തീർത്ത് ഒന്നുമല്ലാതാക്കി. മുൻ MPയും കേന്ദ്രമന്ത്രിയും സംസ്ഥാന മന്ത്രിയും MLAയും ഒക്കെയായിരുന്ന പ്രൊഫസർ KV തോമസിനെ ഒതുക്കി പകരം സരിത കേസിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രതിയായ ഹൈബിയെ പൊക്കിക്കൊണ്ടുവന്ന് ഇപ്പോൾ 5 പദവികൾ ഹൈബിക്ക് കൊടുത്തു. പട്ടിയെപ്പോലെ കൂടെ വാലാട്ടിച്ചു കൊണ്ട് നടക്കുന്നു. ബോബനും മോളിയും കഥയിലെ കുട്ടികളുടെ കൂടെ നടക്കുന്ന പട്ടി പോലെ കേക്കച്ചൻ്റെ പിന്നാലെ വാലാട്ടി നടക്കുവാൻ ഹൈബിക്ക് കഴിഞ്ഞ ദിവസം കൊടുത്ത പുതിയ പദവിയാണ് ഡിജിറ്റൽ മീഡിയ സെല്ലിൻ്റെ ചെയർമാൻ സ്ഥാനം. PT ബൽറാമിനെ ഒതുക്കിയാണ് ഈ പദവി ഇയാൾക്ക് നൽകിയത്. അതുകൊണ്ട് നോക്കുക, ഡിജിറ്റൽ മീഡിയ മുഴുവൻ ഇന്ന് കേക്കച്ചൻ തരംഗമാണ്. കേക്കച്ചൻ്റെ പിന്നിൽ ഒരു വശത്ത് ഗുണ്ടാഷിയാസും മറുവശത്ത് ഒരു അളിഞ്ഞ ചിരിയുമായി ഹൈബിയെയും നമുക്ക് കാണാം. അതായിരിക്കണം ഫ്രെയിം എന്ന് മാപ്രകൾക്ക് PR ടീം സന്ദേശം കൊടുത്തിട്ടുണ്ട്. മുൻ മന്ത്രിയും MPയുമായ PC ചാക്കോയെ ഒതുക്കി. അങ്കമാലി MLA ആയിരുന്ന PJ ജോയിയെ ഒതുക്കി. KPCC നേതാവ് അജയ് തറയിലിനെ ഒതുക്കി ഒന്നുമല്ലാതാക്കി. പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗമായിരുന്ന AICC അംഗമായിരുന്ന ഹൈബിയുടെ സ്ഥാനത്തെത്തേണ്ടിയിരുന്ന സെമി റോസ്ബൽ ജോണിനെ ഒതുക്കി പാർട്ടിക്ക് പുറത്താക്കി. മഹിളാ കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷയായിരുന്ന ലാലി വിൻസെന്റിനെ ഒതുക്കി പുറത്താക്കി. മുൻ മേയർ സൗമിനി ജെയിനെ ഒതുക്കി ഇല്ലാതാക്കി. മുൻ MLA ജോസഫ് വാഴക്കനെ ഒതുക്കി. പത്മജ വേണുഗോപാൽ, റോസക്കുട്ടി ടീച്ചർ, ഷാഹിദ കമാൽ എന്നിവരെയും ഒതുക്കി പലരും പാർട്ടി തന്നെ വിട്ടു. ഇന്ന് കേക്കച്ചൻ കൊച്ചി നിയന്ത്രിക്കുന്നത് പഴയ കൊട്ടേഷൻ നേതാവ് ഷിയാസിനെയും മേരിമോളെയും ഒരു വശത്തും ഹൈബിയെ മറുവശത്തും നിർത്തിയാണ്. കേക്കച്ചന് വഴങ്ങിക്കൊടുക്കാത്ത കുലീനകളായ സകല സ്ത്രീകളെയും ഇയാൾ പാർട്ടിയിൽ നിന്ന് തന്നെ ചവിട്ടി പുറത്താക്കി. ചിലരെ ഒന്നുമല്ലാതാക്കി. കൊച്ചിയെപ്പോലെയുള്ള കേരളത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു നഗരസഭയുടെ മേയർ ആരായിരിക്കണം എന്ന ചർച്ചകൾ മുറുകുമ്പോൾ
കോൺഗ്രസിൽ നിന്ന് തന്നെ ഉയരുന്ന ആവശ്യം പുതിയ മേയർ പാർട്ടിക്ക് വിധേയയായിരിക്കണം, എല്ലാവരെയും ഒരുമിപ്പിച്ച് കൊണ്ടുപോകാൻ കഴിയുന്ന ആളാവണം, കളങ്കിതയാവരുത്, ചിലരുടെ കളിപ്പാവയാകരുത്, പഴയ ചരിത്രം പുറത്തു വന്നാൽ നാറാത്തവർ ആവണം എന്നൊക്കെയാണ്. കൂടാതെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് സാധ്യതകൾ മുതൽ സാമുദായിക സമവാക്യങ്ങളുമെല്ലാം കണക്കിലെടുക്കണമെന്നും അവർ ആഗ്രഹിക്കുന്നു. എന്നാൽ കേക്കച്ചൻ ഒരാളെ തുടക്കം മുതൽ തന്നെ മേയറായി പ്രഖ്യാപിച്ചും പ്രതിഷ്ഠിച്ചും കഴിഞ്ഞു. ഞങ്ങളുടെ അന്വേഷണത്തിൽ മനസ്സിലാക്കുവാൻ സാധിച്ചത് കേക്കച്ചൻ്റെ ഈ റാണി അയാളുടെ ബിനാമിയും ബിസിനസ് പങ്കാളിയും സകലതും ആണെന്നാണ്. തുടക്കം മുതലേ കേക്കച്ചൻ്റെ സ്വാർത്ഥ താല്പര്യം നടപ്പിലാക്കിയെടുക്കുവാൻ വർഷങ്ങൾ കൊണ്ട് വളർത്തിക്കൊണ്ടുവന്നവരുമാണ്. അതുകൊണ്ടാണ് ഷഷ്ടി പൂർത്തിയായിട്ടും പൊട്ടിയടിച്ചുകൊണ്ട് നടക്കുന്നത്. ഇതുകൊണ്ടാണ് നെട്ടൂർ കേക്കച്ചൻ തേൻകണി കേക്കച്ചൻ എന്നും അറിയപ്പെടുന്നത്. ഓരോ സമയത്തും ഓരോരുത്തരെ തളയ്ക്കുവാൻ ഇയാൾ ഇറക്കിയിരുന്ന ആളുകൾ ആരെല്ലാമാണെന്ന് നിങ്ങൾ നോക്കുക. തുടക്കത്തിൽ പറവൂർ ശാന്ത, പിന്നെ താരകപ്പെണ്ണാള്, സരിത, കേക്കച്ചി, അങ്ങനെ എത്രയോ പേർ. മുൻ KPCC ജനറൽ സെക്രട്ടറി ആയിരുന്ന N വേണുഗോപാലിനെ മേയറാക്കാതിരിക്കുവാൻ പല റിബലുകളെ പാർട്ടിക്കെതിരെ കേക്കച്ചൻ മത്സരിപ്പിച്ചപ്പോൾ കൊച്ചി ഡിവിഷനിലെ പനമ്പള്ളി നഗറിൽ കോൺഗ്രസ് റിബലായി മത്സരിച്ച് നാണംകെട്ട പരാജയം ഏറ്റുവാങ്ങുകയും പാർട്ടിയിൽ നിന്ന് 6 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്യപ്പെടുകയും ചെയ്ത ആളാണ് കേക്കച്ചൻ്റെ ഈ മേരിക്കുട്ടി എന്ന മേയർ കുട്ടി. കൊച്ചിയിലെ കോൺഗ്രസ്സുകാർ ഇത് മറന്നുപോയോ, അതോ കേക്കച്ചനെ പേടിച്ച് മിണ്ടാതിരിക്കുന്നു? വനിതകൾക്ക് 33% സംവരണം കൊണ്ടുവന്ന സമയത്ത്, വനിതകളെ തേടി പാർട്ടി ഓടി നടന്ന സമയത്ത് പോലും ഇവർക്ക് പാർട്ടി നേരിട്ട് ഒരു സീറ്റ് കൊടുക്കാതിരുന്നത് ആ സ്വഭാവ മഹിമ ഒന്നുകൊണ്ട് മാത്രമാണ്. അന്ന് ഇവർക്ക് പണവും സഹായവും നൽകി റിബലായി മത്സരിപ്പിച്ചത് ഈ കേക്കച്ചനാണ്. എന്നാൽ 6 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്യപ്പെട്ട ഇവരെ കേക്കച്ചൻ 3 മാസത്തിനുള്ളിൽ തിരികെ എടുത്ത് യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയാക്കി മാറ്റി. സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഒരു ദിവസം പോലും യൂത്ത് കോൺഗ്രസിനു വേണ്ടി പ്രവർത്തിക്കാതെയാണ് റിബലായി പാർട്ടിക്കെതിരെ മത്സരിച്ച ആളെ ഇപ്രകാരം ഒറ്റ രാത്രി കൊണ്ട് ഈ നാറിയ നിലപാടുകളുടെ രാജകുമാരൻ ഉയർത്തിയത് എന്നോർക്കണം. അതിനുവേണ്ടി റാണിയുടെ കയ്യിൽ നിന്നും പ്രതിഫലം മേടിച്ച ആ ദേശീയ നേതാവിന് ഇന്നും ഒരക്ഷരം മേരിക്കുഞ്ഞമ്മയുടെ മേൽ മിണ്ടാൻ പറ്റില്ല. അതാണ് കേക്കച്ചൻ്റെയും മേരിക്കുഞ്ഞമ്മയുടെയും കേന്ദ്രത്തിലെ ആ ഉടുമ്പുപിടുത്തത്തിൻ്റെ രഹസ്യം. ഇവരെ മുന്നിൽ നിർത്തിയാണ് കേക്കച്ചൻ പല നേട്ടങ്ങളും കരിയറിൽ കൊയ്തത്, പലരെയും ഒതുക്കിയത്. അന്ന് റാണിക്കും യാതൊരു നിവൃത്തിയും ഉണ്ടായിരുന്നില്ല. പാലാരിവട്ടത്തുള്ള മദ്യപാനിയായ പിതാവും പാലാരിവട്ടത്തുള്ള 2 മുറിയിലുള്ള ആ വാടക വീട്ടിൽ താമസിച്ചിരുന്ന, ബസ്സിന് പോകാൻ പോലും നിവൃത്തിയില്ലാതിരുന്ന ആ റാണിക്ക് ഇന്ന് കോടികളുടെ ആസ്തിയും ഇന്നോവയും ഡ്രൈവറും കൂടെ മേക്ക് ഓവർ ആർട്ടിസ്റ്റും സ്റ്റൈലിസ്റ്റുമൊക്കെ ഉണ്ടായത് അലാവുദ്ദീൻ്റെ അത്ഭുതവിളക്ക് കൊണ്ടല്ല, പിന്നെയോ കേക്കച്ചൻ്റെ പങ്കാളിയായതുകൊണ്ടാണ് എന്ന് കൊച്ചിയിലെ സകല കോൺഗ്രസ്സുകാർക്കും നന്നായി അറിയാം. ഇന്ന് ഈ റാക്കറ്റ് റാണിക്ക് പദവിയുണ്ട്, പണമുണ്ട്, പവറുണ്ട്, കേക്കച്ചൻ്റെയും തത്തമ്മച്ചുണ്ടൻ്റെയും പിൻബലവുമുണ്ട്. കേക്കച്ചൻ്റെ റാണി 3 തവണ കൊച്ചി കോർപ്പറേഷനിൽ മത്സരിച്ചത് 3 പേരുകളിലായിരുന്നു. ആദ്യമായി പനമ്പള്ളി നഗറിൽ മത്സരിച്ച് തോറ്റപ്പോൾ പേരിൻ്റെ അറ്റത്തുള്ള ഭർത്താവിൻ്റെ പേര് പ്രദീപ് കുമാർ എന്നായിരുന്നു. ഇടപ്പള്ളിയിൽ മത്സരിച്ചപ്പോൾ പേരിൻ്റെ അറ്റത്ത് ഗണേഷ് കുമാർ എന്നായി. എന്നാൽ ഇത്തവണ മത്സരിച്ചപ്പോൾ പേരിൻ്റെ ഇനിഷ്യൽ ക്രിസ്ത്യൻ പേരായി. ഇവരുടെ ഇപ്പോഴുള്ള ഭർത്താവ് നിലമ്പൂരിലുള്ള ധനാഢ്യനായ ഒരു തടി വ്യവസായിയുടെ 2 പെൺമക്കളിൽ മൂത്തവളായ ഭർത്താവ് മരിച്ച ഒരു യുവതിയെ വിവാഹം കഴിക്കാമെന്നും പറഞ്ഞ് വഞ്ചിച്ച് ഒരു കുട്ടിയെ ഉണ്ടാക്കി കൊടുത്ത് കടന്നു കളഞ്ഞ മനുഷ്യനാണ്. ആ മുസ്ലിം യുവതി പല മുതിർന്ന നേതാക്കളെയും ആ കൈക്കുഞ്ഞുമായി പോയി ഇക്കാര്യം പറഞ്ഞെങ്കിലും അവരെല്ലാം അത് കണ്ടില്ലെന്ന് നടിച്ചു. അവരിപ്പോൾ എവിടെയാണ്? ഇന്നിയാൾ റാണിയുടെ ഭർത്താവാണ്, ഡ്രൈവറാണ്, ചിലരുടെ ബിസിനസ് ബിനാമിയാണ്, ബംഗളൂരുവിൽ വ്യവസായിയാണ്, ചില നേതാക്കന്മാരുടെ ഇടനിലക്കാരനുമാണ്. റാണിക്കെതിരെ ചെക്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട ഫോട്ടോ അടക്കമുള്ള വാർത്ത ദേശാഭിമാനി പത്രത്തിൽ വന്നപ്പോൾ ഇവർ ഇപ്പോൾ അത് നിഷേധിക്കുന്നുണ്ടെങ്കിലും ഇതുവരെ ദേശാഭിമാനിക്കെതിരെ ഒരു മാനനഷ്ട കേസ് ഫയൽ ചെയ്യാൻ പോലും തയ്യാറായിട്ടില്ല, വക്കീലായിട്ട് പോലും. പിതാവ് മരിച്ച ആശ്രിത നിയമനത്തിൽ നേതാവായ അമൂൽ ബേബിയും സരിതാ കേസിലെ പ്രായം കുറഞ്ഞ പ്രതിയുമായ തത്തമ്മച്ചുണ്ടനും കേക്കച്ചനുമാണ് നിലവിൽ റാണിയുടെ പിൻബലം. കേന്ദ്രവാഴകൾക്കും ഇവർക്കെതിരെ ഇന്ന് ശബ്ദിക്കുവാൻ പറ്റില്ല. കാരണം അതാണ് കേക്കച്ചൻ്റെയും റാണിയുടെയും ആ കഴിവ്. കേക്കച്ചൻ പറഞ്ഞാൽ ആദ്യം ഏൽക്കാത്തതുകൊണ്ട് മീഡിയയുടെ ചുമതല കൊടുത്ത് റാണിയെ മുന്നിൽ നിർത്തി. എല്ലാ ദിവസവും ഓരോ പുതിയ സാരിയും മേക്കപ്പും ഇട്ട് റാണി ഇറങ്ങും. സാരി ഉടുപ്പിക്കുവാനും ഹെയർ സ്റ്റൈൽ ചെയ്യുവാനും സ്പെഷ്യൽ ടീം. ഒരു ദിവസം മിനിമം 10,000 രൂപയെങ്കിലും റാണിക്ക് ഇതിനായി വേണം. എന്തായാലും കേക്കച്ചൻ്റെ മീഡിയ മാനിപ്പുലേഷൻ ഇവർ മുന്നിൽ നിന്ന് നന്നായി നിർവഹിക്കുന്നു. മാധ്യമങ്ങളുമായി ബന്ധമുണ്ടാക്കി കഴിഞ്ഞപ്പോൾ ചില ഞരമ്പ് മാപ്രകൾ ഇവരെ തുടക്കം മുതലേ മേയറായി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരുന്നു. കോൺഗ്രസ് വിരോധിയായ ഒരു പ്രമുഖ
യൂട്യൂബ് ചാനൽ ഉടമയാണ് ഇവർക്ക് തിരഞ്ഞെടുപ്പ് സമയത്ത് ഏറ്റവും കൂടുതൽ മൈലേജ് ഉണ്ടാക്കി കൊടുത്തത്. കോൺഗ്രസിലെ പല നേതാക്കന്മാർക്കും ഇവരെ ഇന്ന് എതിർക്കുവാൻ ത്രാണിയില്ല. എതിർത്താൽ വിവരമറിയും. അതാണ് കേക്കച്ചൻ്റെ ബുദ്ധി. ഇത്തവണ കൊച്ചി കോർപ്പറേഷനിൽ 26 ലത്തീൻ കത്തോലിക്കർ വിജയിച്ചിട്ടുണ്ട്. ലത്തീൻ സഭ തങ്ങളുടെ സമുദായക്കാരിയായ ഷൈനി മാത്യുവിനെ ആക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 3 വട്ടം മത്സരിക്കുകയും അതിൽ 2 വട്ടം വിജയിക്കുകയും ചെയ്ത ഫോർട്ട് കൊച്ചി കൗൺസിലർ ഷൈനി മാത്യുവിൻ്റെ പേരും മേയർ ചർച്ചകളിൽ സജീവമാണ്. കഴിഞ്ഞ തവണയും ഷൈനിയുടെ പേര് അവസാന വട്ടം വരെ മേയർ ലിസ്റ്റിൽ വന്നിരുന്നു. എങ്കിലും ഒടുവിൽ സൗമിനി മേയറായി. 4ാം വട്ടം കൗൺസിലറായി പാലാരിവട്ടം ഡിവിഷനിൽ നിന്ന് വിജയിച്ച VK മിനിമോളാണ് മേയർ ചർച്ചകളിലുള്ള മറ്റൊരാൾ. കോർപ്പറേഷനിൽ ആരോഗ്യം, പൊതുമരാമത്ത് തുടങ്ങിയ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ ചെയർപേഴ്സണായിരുന്നു. കേക്കച്ചൻ്റെ ബിനാമി, കേക്കച്ചൻ്റെ പങ്കാളി എന്ന നിലയിൽ പ്രശസ്തയായ റാണിക്ക് വേണ്ടി കേക്കച്ചൻ ലോബി ആഞ്ഞു പിടിക്കുകയാണ്. സത്യപ്രതിജ്ഞയ്ക്ക് റാണിക്ക് കൊടുക്കുവാനുള്ള മൈസൂർ സിൽക്സിൻ്റെ സ്വർണ്ണ ബോർഡറുള്ള സാരി വരെ കേക്കച്ചൻ ബംഗളൂരിൽ നിന്നും വരുത്തി കഴിഞ്ഞു എന്നാണ് വിവരം. ഇനി ആരെങ്കിലും ഇടങ്കോലിട്ടാൽ ആദ്യ പകുതിയിൽ റാണിയെ മേയറാക്കി 2ാം പകുതിയിൽ അടുത്തയാളെ പരിഗണിക്കാം എന്ന ചർച്ചയും നടക്കുന്നുണ്ട്. എന്നാൽ ഇതിനോട് കേക്കച്ചൻ വിഭാഗം യോജിക്കുന്നില്ല. കാരണം 2015 ഉദാഹരണമാണ് അവർ ഇതിനായി ചൂണ്ടിക്കാണിക്കുന്നത്. അന്ന് 2.5 വർഷം കഴിയുമ്പോൾ സൗമിനി ജെയിൻ മേയർ പദവി അന്നത്തെ ഫോർട്ട് കൊച്ചി കൗൺസിലർ ഷൈനി മാത്യുവിന് കൈമാറുമെന്നായിരുന്നു കരാറെന്ന് ഒരു വിഭാഗവും, എന്നാൽ അങ്ങനെയൊന്നുമില്ല എന്ന് മറുവിഭാഗവും നിലപാടെടുത്തു. ഒടുവിൽ ഉമ്മൻചാണ്ടി അടക്കമുള്ള സംസ്ഥാന നേതൃത്വത്തിന് തന്നെ വിഷയത്തിൽ ഇടപെടേണ്ടി വന്നു. സൗമിനി ജെയിൻ കാലാവധി തികച്ചാണ് ഇറങ്ങിയത്. ഇത്തരം വിവാദങ്ങൾ ഒഴിവാക്കുവാൻ കാലാവധി പകുതിയാക്കൽ പ്രായോഗികമല്ലെന്ന് കേക്കച്ചൻ ഗ്രൂപ്പ് വാദിക്കുന്നു. കേക്കച്ചൻ്റെ മേരിക്കുഞ്ഞമ്മ മേയറായാൽ സംസ്ഥാന കോൺഗ്രസിൽ കേക്കച്ചൻ്റെ സർവാധിപത്യം പൂർണ്ണമായി എന്ന് പറയാം. അതുപോലെ സംസ്ഥാനത്ത് കർണാടക ലോബി പിടിമുറുക്കി എന്നും ഉറപ്പിക്കാം. കൊച്ചിയിൽ ഡെപ്യൂട്ടി മേയറെ കണ്ടെത്തുക എന്നതും കോൺഗ്രസിന് തലവേദനയാണ്. എറണാകുളം സൗത്ത് ഡിവിഷൻ BJPയിൽ നിന്ന് പിടിച്ചെടുത്ത KVP കൃഷ്ണകുമാറിൻ്റെ പേരും ഉയർന്നു വന്നിട്ടുണ്ട്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരെ കണ്ടെത്തുകയാണ് കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിലുള്ള മറ്റൊരു തലവേദന. ജനറൽ വിഭാഗത്തിൽ ഇത്തവണയുള്ളത് ടാക്സ്, അപ്പീൽ, പൊതുമരാമത്ത്, ക്ഷേമകാര്യം എന്നീ 3 കമ്മിറ്റികൾ മാത്രമാണ്. അതുകൊണ്ട് എങ്ങനെ ഒട്ടേറെ മുതിർന്ന നേതാക്കളെ തൃപ്തിപ്പെടുത്തും എന്ന വെല്ലുവിളിയും പാർട്ടി നേതൃത്വത്തിന് മുന്നിലുണ്ട്. നഗരാസൂത്രണം, വികസനം, ആരോഗ്യം, വിദ്യാഭ്യാസം, കായികം കമ്മിറ്റികൾ ഇത്തവണ വനിതാ സംവരണമാണ്. പക്ഷേ ഇപ്പോൾ പ്രധാനമായും ഉയരുന്ന ചോദ്യം ഇതാണ്: നഗരത്തിൻ്റെ പ്രഥമ വനിത ഇതുപോലെയൊരു കളങ്കിതയാകണോ? കളിപ്പാവയാണോ ആരാധ്യയായ മേയർ ആകേണ്ടുന്നത്? തിരുവനന്തപുരത്ത് ഇത്തരമൊരു മണ്ടത്തരം കാണിച്ച LDFന് കൊടുക്കേണ്ടി വന്ന വില എന്തായിരുന്നു? കൊച്ചിയിലും താമര വിരിയുന്ന അവസ്ഥയുണ്ടാവും, അല്ലെങ്കിൽ കേക്കച്ചൻ വിരിയിക്കും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.